ഖത്തറിലെ വ്യാവസായിക കേന്ദ്രത്തിൽ വൻ തീപിടുത്തം, ആളപായമില്ല. വ്യാവസായിക കേന്ദ്രത്തിലെ സ്ട്രീറ്റ് നമ്പർ 40, 41 എന്നിവിടങ്ങളിൽ വൈകുന്നേരം 4:30ഓടെ തീ പടരുകയായിരുന്നു. ഗോഡൌണുകളും താമസ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇത്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചിരുന്നത്. സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെയും സുരക്ഷാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ തീയണച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 100 കണക്കിന് പേരുടെ മരണത്തിനിടയാക്കിയ എബോള വൈറസ് സൗദിയിലോ ഇതര GCC രാജ്യങ്ങളിലോ കണ്ടെത്താനായിട്ടില്ലെന്നും ഭയപ്പെടേണ്ടതില്ലെന്നും GCC രാജ്യങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്കായുള്ള എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ തലവൻ പ്രൊഫസർ തൗഫീഖ് ഹോജ വ്യക്തമാക്കി. ഹജ്ജ് സീസൺ അടുത്തിരിക്കെ പ്രതിരോധ നടപടികൾ ഇതിനകം സ്വീകരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയവും ഹജ്ജ് മന്ത്രാലയവും സംയുക്തമായാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി വൈറസ് പടർന്നിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ പരിശോധിക്കാൻ വിമാനത്താവളത്തിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നൈജീരിയ, ലൈബീരിയ, ഗിനിയ, സിറിയോൺ തുടങ്ങിയ രാജ്യങ്ങളിലാണ് എബോള വൈറസ് കണ്ടെത്തിയിട്ടുള്ളത്. പെരുന്നാൾ അവധി കഴിഞ്ഞ് പ്രവൃത്തി ദിനം ആരംഭിക്കുന്ന ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാജ്യത്തെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്ന് സൗദി ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ അറിയിച്ചു. 12 ദിവസത്തെ ഔദ്യോഗിക അവധി അവസാനിച്ച് നാളെയാണ് ആദ്യ പ്രവൃത്തി ദിവസം. സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അറിയിപ്പ്. രാജ്യത്തെ എല്ലാ സർക്കാർ വകുപ്പുകളിലും പരിശോധന ഉണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു. ദുബൈയിൽ വേനൽക്കാല ഉത്സവമായ സമ്മർ സർപ്രൈസിന് തുടക്കമായി. സെപ്റ്റംബർ 5 വരെ നീളുന്ന ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി വിനോദ പരിപാടികളും സമ്മാന പദ്ധതികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ദുബായ് ടൂറിസം വകുപ്പിന് കീഴിൽ സംഘടിപ്പിക്കുന്ന വേനൽക്കാല ഉത്സവത്തിനാണ് ഇന്ന് തുടക്കമായത്. ദുബായ് സമ്മർ സർപ്രൈസ് എന്ന പേരിലറിയപ്പെടുന്ന ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി വിനോദ പരിപാടികളും സമ്മാന പദ്ധതികളുമാണ് ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയത്. ദുബായിയെ കുടുംബ ഷോപ്പിംഗിന്റെ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരുക്കിയ ആംഗ്രി ബേർഡ് ഷോ, ഹലോ കിറ്റി ആൻഡ് ഫ്രണ്ട്സ് അറൌണ്ട് ദി വേൾഡ്, ട്രാൻസ്ഫോമേഴ്സ് ഇന്ററാക്റ്റീവ് തുടങ്ങിയവയാണ് ഇതിലെ ആകർഷക പരിപാടികൾ. ഇതിനു പുറമെ ബുർജുമാനിൽ ട്രാൻസ്ഫോമേഴ്സ് ഷോ, മിർദിഫ് സിറ്റി സെന്ററിലും ദേര സിറ്റി സെന്ററിലും ഒരുക്കിയ വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകരുന്ന സ്കൈലാൻഡേഴ്സ് സ്പൈറോ അഡ്വഞ്ചർ എന്നിവയും ആഘോഷത്തിലെ ശ്രദ്ധേയമായ പരിപാടികളാണ്. ദുബായ് ടൂറിസം വകുപ്പിന് കീഴിലെ ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റാണ് സമ്മർ സർപ്രൈസിന്റെ സംഘാടകർ. സെപ്റ്റംബർ 5 വരെ നീളുന്ന ആഘോഷ പരിപാടികൾ കുടുംബങ്ങളെയും കുട്ടികളെയും ധാരാളമായി ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 ദുബായ്. ഷാർജയിലെ ചന്തകളുടെ സമുച്ചയമായ അൽ ജുബൈലിൽ ഒരു കടയുണ്ട്. സുപ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന തനി നാടൻ കട. 25 വർഷം പഴക്കമുള്ള ഈ കട UAEയിലെ വ്യത്യസ്ത കാഴ്ചയാവുകയാണ്. കപ്പയും മോരും മാങ്ങയും ചെറുനാരങ്ങയും അച്ചാറും തുടങ്ങി ഒരു നാടൻ തട്ടുകടയുടെ എല്ലാം ഒത്തിണങ്ങിയ ഒരു കട ഷാർജയിലെ അൽ ജുബൈൽ ചന്തയിലെ 25 വർഷമായുള്ള കാഴ്ചയാണിത്. വലിച്ചുകെട്ടിയ ഒരു തുണിക്ക് താഴെ സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. ഇവിടുത്തെ നാടൻ തൈരിനും മോരിനും അറബി അച്ചാറിനും പ്രിയം ഏറെയാണ്. പശുനെയ്യും കോഴിമുട്ടയും അങ്ങനെ എല്ലാം ഇവിടെയുണ്ട്. അൽ ജുബൈലിലെ മത്സ്യ മാർക്കറ്റിന്റെ തൊട്ടടുത്തായാണ് മാർക്കറ്റിലെത്തുന്നവർക്ക് നാടൻ രുചികൾ പകർന്ന് ഈ കട സ്ഥിതി ചെയ്യുന്നത്. 25 വർഷം മുമ്പ് സ്വദേശിയായ അൻതർ അലി ബയ്യാത്ത് മുഹമ്മദാണ് കട ആരംഭിച്ചത്. ഇപ്പോൾ മലയാളികളായ 3 പേരാണ് കടയിലുള്ളത്. മേലെ ഒരു സുപ്ര വലിച്ചു കെട്ടിയതുകൊണ്ട് പലരും സുപ്ര മാർക്കറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വലിയ കെട്ടിടങ്ങൾ ധാരാളമുള്ള UAEയിൽ സുപ്ര നാടൻ കട വ്യത്യസ്ത കാഴ്ചയാവുകയാണ്. അൽ ജുബൈൽ മാർക്കറ്റിലെത്തുന്ന മിക്കവരും ഇവിടെയൊന്ന് കയറി നാടൻ രുചിയറിഞ്ഞാണ് മടങ്ങാറുള്ളത്. ഹാരിസ് അരിക്കുളം, മീഡിയ 1 ഷാർജ. ഖത്തറിൽ യാത്രക്കാരനിൽ നിന്ന് പണം കവർന്ന സംഭവത്തിൽ 3 ആഫ്രിക്കൻ വംശജർക്ക് കോടതി 1 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇവരെ നാട് കടത്തും. യാത്രക്കാരെ മർദ്ദിച്ചതും പണം കവർന്നതും തെളിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാവുന്നു.